നമസ്കാരം. LG വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഹരിതം സഹകരണം പദ്ധതിയുടെ ജില്ലാതല ഉദ്ഘാടനം ഏഴിക്കര പള്ളിയക്കൽ സർവീസ് സഹകരണ ബാങ്കിൽ നടന്നു. ജില്ലാ സഹകരണ സംഘം ജോയിന്റ് രജിസ്ട്രാർ ജോസൽ ഫ്രാൻസിസ് തോപ്പിൽ ഉദ്ഘാടനം നിർവഹിച്ചു. വനിതകൾക്ക് പകുതി വിലയ്ക്ക് ഇരുചക്ര വാഹനങ്ങൾ നൽകി വെളിയത്തുനാട് സർവീസ് സഹകരണ ബാങ്ക്. നടി മല്ലിക സുകുമാരൻ വിതരണോദ്ഘാടനം നിർവഹിച്ചു. ഹരിതം സഹകരണം പദ്ധതിയിൽ പ്ലാവിൻ തൈകൾ വിതരണം ചെയ്ത് നെടുമ്പാശ്ശേരി മേഖല മർക്കന്റൈൽ കോപ്പറേറ്റീവ് സൊസൈറ്റി പ്രസിഡന്റ് CP തര്യൻ വിതരണോദ്ഘാടനം നിർവഹിച്ചു. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. ഹരിതം സഹകരണം പദ്ധതിയുടെ ജില്ലാതല ഉദ്ഘാടനം ഏഴിക്കര പള്ളിയക്കൽ സർവീസ് സഹകരണ ബാങ്കിൽ നടന്നു. ജില്ലാ സഹകരണ സംഘം ജോയിന്റ് രജിസ്ട്രാർ ജോസൽ ഫ്രാൻസിസ് തോപ്പിൽ ഉദ്ഘാടനം ചെയ്തു. പരിസ്ഥിതി ദിനാചരണത്തിന്റെ ഭാഗമായി സഹകരണ വകുപ്പ് നടപ്പിലാക്കുന്ന ഹരിതം സഹകരണ പദ്ധതിയുടെ ജില്ലാതല ഉദ്ഘാടനം ഏഴിക്കര പള്ളിയാക്കൽ സർവീസ് സഹകരണ ബാങ്കിൽ നടന്നു. ബാങ്ക് അങ്കണത്തിൽ പ്ലാവിൻ തൈ നട്ടുകൊണ്ടാണ് എറണാകുളം ജില്ലാ ജോയിന്റ് രജിസ്ട്രാർ ജോസൽ ഫ്രാൻസിസ് തോപ്പിൽ ഉദ്ഘാടനം നിർവഹിച്ചത്. നമ്മുടെ വീട്ടുമുറ്റത്ത് നമ്മുടെ പിന്നാമ്പുറത്തുണ്ടാവുന്ന ഒരു വേപ്പിലയാണെങ്കിലും ഒരു കാന്താരി മുളകാണെങ്കിൽ പോലും അതിനൊരു വിപണന സാധ്യത കണ്ടെത്തണം. അതാണ് നമ്മൾ പുതിയ തലമുറയ്ക്ക് പകർന്നു കൊടുക്കുന്ന ഒരു സന്ദേശം. നമ്മുടെ വീട്ടിൽ വെറുതെ നഷ്ടപ്പെട്ടു പോകുന്ന ചക്കയാണെങ്കിലും വെറുതെ കൊഴിഞ്ഞു പോകുന്ന മുരിങ്ങപ്പൂവാണെങ്കിൽ പോലും അതിന് പോലും ഒരു വിപണന സാധ്യത കണ്ടെത്താനുള്ള ഒരു വലിയൊരു ഉൾക്കാഴ്ചയാണ് നമ്മുടെ വരും തലമുറയ്ക്കായിട്ട് നമ്മൾ കരുതി വെക്കുന്നത്. അതിൻ്റെ ഒരു ചവിട്ടുപടിയായിട്ടാണ് എല്ലാ വർഷവും നമ്മൾ കാർഷിക മേഖലയിലേക്ക് ഒരു ഇടപെടലായിട്ടാണ് എല്ലാ വർഷവും ജൂൺ 5-ന് പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് ഏതെങ്കിലും ഒരു വൃക്ഷത്തെ കഴിഞ്ഞ 5 വർഷമായിട്ട് നമ്മൾ ഹരിതം സഹകരണം എന്ന ഒരു പദ്ധതിയിൽപ്പെടുത്തി. ഞാനിപ്പോൾ കുട്ടികൾക്ക് ഇവിടെയുള്ള എല്ലാ സഹകാരികൾക്കും വളരെ സുപരിചിതമാണ്. നമ്മുടെ കൊച്ചു അനിയത്തിമാർക്കും അനിയന്മാർക്കും ഇതിനെക്കുറിച്ച് അറിയില്ലാത്തത് കൊണ്ടാണ് ഒരു വട്ടം കൂടി അത് ആവർത്തിക്കുന്നത്. എല്ലാ വർഷവും നമ്മൾ 1,00,000 വൃക്ഷ തൈകളാണ് കഴിഞ്ഞ 5 വർഷമായിട്ട് നമ്മൾ നട്ടു പരിപാലിച്ചു പോരുന്നത്. ഓരോ വർഷവും ഓരോ വിഭാഗത്തിലുള്ള തൈകളാണ് നമ്മൾ തിരഞ്ഞെടുത്തിട്ടുള്ളത്. ഈ വർഷം നമ്മൾ പ്ലാവാണ്. അത് ചക്കയ്ക്കാണ് ഇപ്പോൾ കൂടുതൽ വിപണന സാധ്യത എന്ന് കണ്ടെത്തിയത് കൊണ്ടാണ്. ബാങ്ക് അങ്കണത്തിൽ നടന്ന ചടങ്ങിൽ ബാങ്ക് പ്രസിഡന്റ് AC ഷാൻ അധ്യക്ഷത വഹിച്ചു. സഹകരണ സംഘം അസിസ്റ്റന്റ് രജിസ്ട്രാർ TM ഷാജിദ സ്വാഗതം പറഞ്ഞു. ഏഴിക്കര പഞ്ചായത്ത് പ്രസിഡന്റ് MS രതീഷ് മുഖ്യാതിഥിയായിരുന്നു. പ്രത്യേകമായിട്ട് എനിക്ക് പറയാനുള്ളത് നമ്മുടെ ഏഴിക്കരയിൽ പൊക്കാളി കൃഷിയാണ്. പൊക്കാളി കൃഷിയിൽ ശരിക്കും ബാങ്കിന്റെ ഇടപെടൽ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ 2-3 വർഷം 10 വർഷത്തോളമായിട്ട് ബാങ്കിന്റെ ഇടപെടലിലായിരുന്നെങ്കിൽ ഈ മേഖല പണ്ടേ നിന്നു പോകേണ്ട അവസ്ഥ ഉണ്ടായിരുന്നു. ലോകത്ത് തന്നെ ഒരു മാതൃകാപരമായിട്ട് മറ്റുള്ള മേഖലയിലൊക്കെ ഈ മേഖലയിലുള്ള പൊക്കാളി കൃഷി നിന്ന് പോയപ്പോൾ ഏഴിക്കര ഇങ്ങനെ പിടിച്ചു നിൽക്കാനുള്ള കാരണം നമ്മുടെ ബാങ്കിന്റെ ഇടപെടൽ തന്നെയാണ്. ഈ മേഖലയിൽ ഇവിടെ ഉണ്ടാക്കുന്ന നെല്ലുകളാണെങ്കിൽ കഴിഞ്ഞ വർഷം ബാങ്ക് ഇടപെട്ട് ഒരു 30,000 കിലോ 35,000 കിലോളം നെല്ലെടുത്ത് വെച്ചിട്ട് ഇവിടെ ബാങ്കിന് ഇത് വിറ്റ് പോകാത്തൊരവസ്ഥയുണ്ട്. ഈ നാട്ടിൽ നെല്ലിന് 25 രൂപ 28 രൂപ ഉള്ളപ്പോൾ ബാങ്ക് കർഷകരിൽ നിന്നും 50 രൂപയും അത് കൊയ്ത് എടുത്തതും ബാങ്ക് തന്നെ ആയിട്ട് എനിക്ക് തോന്നുന്നു ബാങ്കിന് ചെറിയൊരു നഷ്ടത്തിൽ കർഷകരെ രക്ഷിക്കുന്നതിന് വേണ്ടി ബാങ്ക് നഷ്ടം സഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ബാങ്ക് കൂടിയാണ്. അപ്പൊ എടുത്തു പറയേണ്ടത് നമ്മള് ഈ ലോക പരിസരത്തിൽ എടുത്തു പറയേണ്ട ഈ ബാങ്കിന്റെ ഇടപെടല് അത്രയ്ക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മളെല്ലാം കൊണ്ടും ഏതൊക്കെ മേഖല ഇപ്പൊ എടുത്തു പറയുമ്പോൾ മത്സ്യമേഖല, കൂട് മത്സ്യ കൃഷി, കോഴി, പശുവിന് വളർത്തല്, ഒരു സൂപ്പർ മാർക്കറ്റ്, മെഡിക്കൽ ഷോപ്പ്, അങ്ങനെ എല്ലാ മേഖലയിലും ബാങ്കിന്റെ ഇടപെടൽ ഏഴിക്കരയില് ഈ പറഞ്ഞ വികസനം എത്തിപ്പെടാൻ പറ്റാത്തത് പോലും എന്തൊക്കെ ചെയ്യാൻ പറ്റും അതെല്ലാം ബാങ്കോട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സഹകരണ ഓഡിറ്റ് ജോയിന്റ് ഡയറക്ടർ TM മാത്യു, കേരള വെൽഫെയർ ബോർഡ് ജോയിന്റ് രജിസ്ട്രാർ ബിന്ദു, കേരള സാഹിത്യ അക്കാദമി അവാർഡ് ജേതാവ് പ്രൊഫസർ NG ഉണ്ണികൃഷ്ണൻ, പറവൂർ നഗരസഭ പ്രതിപക്ഷ നേതാവ് TB നിതിൻ, ബാങ്ക് മുൻ സെക്രട്ടറി MP വിജയൻ, ബാങ്ക് സെക്രട്ടറി സനിൽ തുടങ്ങിയവർ സംബന്ധിച്ചു. വനിതകൾക്ക് പകുതി വിലയ്ക്ക് ഇരുചക്ര വാഹനങ്ങൾ നൽകി വെളിയത്തുനാട് സർവീസ് സഹകരണ ബാങ്ക്. നടി മല്ലിക സുകുമാരൻ വിതരണോദ്ഘാടനം നിർവഹിച്ചു. സ്ത്രീ ശാക്തീകരണം ലക്ഷ്യമിട്ട് വെളിയത്തുനാട് സഹകരണ ബാങ്ക് വനിതകൾക്ക് 50% സാമ്പത്തിക സഹായത്താൽ ഇരുചക്ര വാഹനങ്ങൾ വിതരണം ചെയ്യുന്ന പദ്ധതിയുടെ ഉദ്ഘാടനം പദ്ധതിയുടെ 1ാം ഘട്ടം UC കോളേജിന് സമീപം സെറ്റിൽമെന്റ് ഗ്രൗണ്ടിൽ നടന്നു. ബാങ്കിന്റെ സാമൂഹിക സംരംഭകത്വ വികസന പരിപാടിയുടെ ഭാഗമായി നാഷണൽ NGO കോൺഫെഡറേഷൻ, ബിൽഡ് ഇന്ത്യ ഗ്രേറ്റർ ഫൗണ്ടേഷൻ എന്നിവയുടെ സഹകരണത്തോടു കൂടിയാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. സഹകരണ മേഖലയിൽ ആദ്യമായി നടപ്പിലാക്കുന്ന പദ്ധതിയിലൂടെ സഹകാരികൾക്ക് 5 കോടിയിലേറെ രൂപയുടെ ലാഭം നേടാൻ കഴിഞ്ഞതായി ബാങ്ക് അവകാശപ്പെടുന്നു. ഇരുചക്രവാഹനങ്ങളുടെ 1ാം ഘട്ട വിതരണോദ്ഘാടനം മലയാള സിനിമയുടെ അമ്മ നടി മല്ലിക സുകുമാരൻ നിർവഹിച്ചു.
ഞാനിങ്ങനെ കേട്ടിങ്ങനെ അതിശയിച്ചിരിക്കുകയായിരുന്നു. കാരണം 25,000 പേർക്ക് തയ്യൽ മെഷീൻ കൊടുത്ത് കഴിഞ്ഞു, 600ഓളം പേർക്ക് ഇരുചക്രവാഹനം കൊടുക്കുന്നു. പിന്നെ അനന്ത് സാർ അദ്ദേഹം പറയായിരുന്നു, പിന്നെ ഇതുകൂടാതെ ലാപ്ടോപ്പ്, ഇത് ഇപ്പോൾ എത്ര പദ്ധതികൾ ജയരാജ് സാർ ഇവിടെ പറയും, നിങ്ങൾ ആലോചിച്ച് നോക്കൂ. വാസ്തവത്തിൽ അത്രയും സത്യസന്ധമായി അത് കിട്ടേണ്ടവരുടെ കയ്യിൽ കിട്ടുക എന്ന് പറയുന്നത് ഇന്നത്തെ കാലത്ത് വളരെ അപൂർവമാണ്. നമ്മൾ പേപ്പർ തുറന്നാൽ, എനിക്കറിയില്ല, ഈ TV പത്രമൊക്കെ തുറന്നു കഴിഞ്ഞാൽ കാണുന്നത് മോളെ കല്യാണത്തിന് കൊണ്ടിട്ട കാശ് അടിച്ചെടുത്തുകൊണ്ട് പൂട്ടിക്കൊണ്ട് കെട്ടിടം പൂട്ടി ആൾ പോയി. ഈ കഥകളാണ് കേരളത്തിൽ ഒരുപാട് കേൾക്കുന്നത്. എൻ്റെ കുഞ്ഞിൻ്റെ അഡ്മിഷന് വേണ്ടി ഞാൻ ചേർത്ത് വെച്ചതാണേ, കിട്ടിയില്ലേ, പോയി ബാങ്ക് പൂട്ടി. ഇതിങ്ങനെ കേൾക്കുമ്പോൾ നമുക്കും ഒരു വിഷമം തോന്നുക. വലിയ കോടീശ്വരിയൊന്നും അല്ല ഞാൻ, എന്നാലും നമ്മളോടൊരു അമ്മ വന്നിട്ട് ചേച്ചി ഇങ്ങനെയാണ്, ഒരുപാട് പേര് എന്നെ കാണാൻ വരും. വലിയ സഹായങ്ങളൊന്നും പറ്റില്ല, ചെറിയ ചെറിയ രീതിയിലൊക്കെ കുഞ്ഞിൻ്റെ അഡ്മിഷന് വെച്ചിരുന്ന പൈസ പോയി, അങ്ങനെ പോയി ഇങ്ങനെ പോയി. അത് നമുക്ക് സങ്കടം തോന്നും. കാരണം കുറച്ച് പൈസ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് ഉണ്ടാക്കി സൂക്ഷിച്ച് വയ്ക്കുന്നവനെ അതിൻ്റെ വില അറിയുള്ളൂ, അല്ലേ? അല്ലാതെ പോക്കറ്റിലോട്ട് ചുമ്മാ കാശിടാനായിട്ട് ആൾക്കാർ തയ്യാറായിട്ട് കൂടെ ഉണ്ടെങ്കിൽ അവർക്കൊന്നും കാശ് ഉണ്ടാക്കുന്നതിൻ്റെ ബുദ്ധിമുട്ടറിയില്ല. അതാണ് അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് രാഷ്ട്രീയമല്ല കേട്ടോ, ഞാൻ പറയുക, ജനറലായിട്ട് പറയുക. ബാങ്ക് പ്രസിഡന്റ് SB ജയരാജൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ഭാവിയിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് വെളിയത്തുനാട് എന്ന് പറയുന്നത് ഒരു കൂൺ ഗ്രാമമായി മാറണം. വെളിയത്തുനാട് പ്രദേശത്തുള്ള അല്ലെങ്കിൽ നമ്മുടെ ഈ സമീപ പ്രദേശങ്ങളിലുള്ള എല്ലാ വീടുകളിലും പ്രത്യേകിച്ച് സ്ത്രീജനങ്ങൾക്ക് കൂടുതൽ സമയമൊന്നും ചെലവഴിക്കാതെ, വെയിൽ കൊള്ളാതെ, ചെളിയിൽ ചവിട്ടാതെ, മഴയും ഒന്നും കൊള്ളാതെ തന്നെ വീടിനകത്ത് ഏതെങ്കിലും ഒതുങ്ങിയ ഒരു മൂലയില് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് കൃഷി ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു കൃഷിയാണ് കൂണെന്ന് പറയുന്നത്. അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും വെളിയത്താട് സർവീസ് സഹകരണ ബാങ്ക് ഒരുക്കുന്നുണ്ട്. ട്രെയിനിങ്ങും പരിശീലനങ്ങളും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഒരുക്കുന്നുണ്ട്. നിങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന കൂൺ എങ്ങനെയെങ്കിലും ഉൽപ്പാദിപ്പിക്കുകയല്ല, വെളിയത്താട് സർവീസ് സഹകരണ ബാങ്കിന്റെ അതിൻ്റെ കൃത്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് നിങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന കൂൺ പൂർണ്ണമായിട്ടും വെളിയത്താട് സർവീസ് സഹകരണ ബാങ്ക് സംഭരിക്കാൻ തയ്യാറാണ്. അത് മുഴുവൻ സംഭരിച്ചുകൊണ്ട്, എത്ര കിലോ കൂൺ ഒരു ദിവസം വന്നാലും മുഴുവൻ സംഭരിക്കാനും, ആ സംഭരിച്ച കൂണിൽ നിന്നും വാല്യൂ ആഡഡ് പ്രൊഡക്റ്റുകൾ, മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നതിനും അത് വിറ്റഴിക്കുന്നതിനും വേണ്ടിയിട്ടുള്ള ഒരു വലിയ സംവിധാനം നമ്മൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. വരുന്ന 9-ാം തീയതി, അടുത്ത ഞായറാഴ്ച, നമ്മുടെ തടിക്കക്കടവ് ഭാഗത്ത് അതിനു വേണ്ടിയിട്ടൊരു വലിയ യൂണിറ്റ് നമ്മൾ സ്ഥാപിച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ട സഹകരണ വകുപ്പ് മന്ത്രി ശ്രീ VN വാസവനും നമ്മുടെ കളമശ്ശേരി MLA-യും മന്ത്രിയുമായിട്ടുള്ള ശ്രീ P രാജീവ്, കൃഷി വകുപ്പ് മന്ത്രിയായിട്ടുള്ള ശ്രീ P പ്രസാദ്, അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട എറണാകുളത്തിന്റെ MP ശ്രീ ഹൈബി ഈഡൻ, ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ K സുരേന്ദ്രൻ, അതുപോലെ തന്നെ നാഷണൽ NGO കോൺഫെഡറേഷന്റെ നാഷണൽ കോർഡിനേറ്റർ ശ്രീ അനന്തു കൃഷ്ണൻജി, അതുപോലെ പ്രമുഖരായിട്ടുള്ള ആളുകളെല്ലാം പങ്കെടുക്കുന്ന ഒരു വലിയ ഉദ്ഘാടന സമ്മേളനമാണ് നമ്മൾ സംഘടിപ്പിക്കുന്നത്. അതിൽ സെക്രട്ടറി ഇൻചാർജ് PG സുജാത സ്വാഗതം പറഞ്ഞു. നാഷണൽ NGO കോൺഫെഡറേഷൻ ജില്ലാ സെക്രട്ടറിമാരായ അനിയൻ P ജോൺ, AV പ്രസാദ്, പഞ്ചായത്ത് അംഗങ്ങളായ KS മോഹൻകുമാർ, അബ്ദുൽ സലാം, സൂസൻ വർഗീസ്, ബാങ്ക് വികസന സമിതി ചെയർമാൻ MK സദാശിവൻ, ബാങ്ക് ഡയറക്ടർ ബോർഡ് അംഗങ്ങൾ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. ഹരിതം സഹകരണം പദ്ധതിയിൽ പ്ലാവിൻ തൈകൾ വിതരണം ചെയ്ത് നെടുമ്പാശ്ശേരി മേഖല മർക്കന്റൈൽ കോഓപ്പറേറ്റീവ് സൊസൈറ്റി പ്രസിഡന്റ് CP തര്യൻ വിതരണോദ്ഘാടനം നിർവഹിച്ചു. പരിസ്ഥിതി ദിനത്തിൽ സഹകരണ സംഘങ്ങളുടെ നേതൃത്വത്തിൽ പ്ലാവിൻ തൈകൾ വിതരണം ചെയ്യണമെന്ന സഹകരണ വകുപ്പിന്റെ നിർദ്ദേശപ്രകാരമാണ് നെടുമ്പാശ്ശേരി മേഖല മർക്കന്റൈൽ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ ഹരിതം പദ്ധതിയിൽ പ്ലാവിൻ തൈകൾ വിതരണം ചെയ്തത്. സൊസൈറ്റി പ്രസിഡന്റ് CP തര്യൻ വിതരണോദ്ഘാടനം നിർവഹിച്ചു. ചക്കയ്ക്ക് ആഗോളതലത്തിൽ വിപണന സാധ്യത വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിലാണ് സഹകരണ വകുപ്പ് പ്ലാവ് നടാൻ തീരുമാനിച്ചുകൊണ്ട് സഹകരണ സംഘങ്ങൾക്ക് നിർദ്ദേശം നൽകിയത്. അതോടൊപ്പം ചക്കയുടെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ കൂടിയ സാഹചര്യത്തിൽ ചക്ക ഉൽപ്പാദനം വർദ്ധിപ്പിക്കേണ്ടത് കേരളത്തിന്റെ ആവശ്യമാണെന്നും സഹകരണ വകുപ്പ് സംഘങ്ങളെ അറിയിച്ചിരുന്നു. അതോടൊപ്പം അധികൃതരുടെ അനുമതിയോടെ പരിസ്ഥിതി ദിനത്തിൽ പൊതുസ്ഥലങ്ങളിലും സ്ഥാപനങ്ങളിലും പ്ലാവ് നടണമെന്ന നിർദ്ദേശപ്രകാരം പ്ലാവിൻ തൈകൾ നട്ടതായും പ്രസിഡന്റ് CP തര്യൻ പറഞ്ഞു. കുറേ തൈകൾ കൊണ്ടുപോയി അത് കുറച്ച് നടും, കുറച്ച് ശ്രദ്ധിക്കാതെ പോകും എന്ന ഒരു നിലയിലേക്ക് ഈ ഹരിതം സഹകരണ പദ്ധതി വന്നതിന് ശേഷമാണ് ഈ തവണ സംസ്ഥാന ഗവൺമെൻറ്റും ഒരു നിലപാട് സ്വീകരിച്ചു. അത് വനം വകുപ്പ് വ്യാപകമായി സൗജന്യമായി കൊടുക്കുന്ന പദ്ധതി ഒഴിവാക്കിക്കൊണ്ട് അതിൻ്റെ എണ്ണം കുറയ്ക്കുക എന്നൊരു തീരുമാനമെടുത്തു. അങ്ങനെ അത് ഈ വർഷം അത് 1,00,000 തൈകൾ വിതരണത്തിലേക്ക് ചുരുക്കിയിരിക്കുകയാണ്. അടുത്ത വർഷം അത് 35,000 തൈകൾ കൂടി കൊടുത്ത് വനവൽക്കരണം എന്ന ആ ഒരു വലിയ തീരുമാനം ഗവൺമെൻറ് മാറ്റുകയാണ്.
കാരണം ഗവൺമെൻറ് പറഞ്ഞൊരു കാര്യം, എല്ലാ വർഷവും ഈ പരിസ്ഥിതി ദിനാചരണം നടത്തി കൊടുക്കുന്ന മരങ്ങളുണ്ട് എങ്കിൽ ഇന്ന് കേരളം ഒരു ഹരിതവനമായി മാറിയാനേ. പക്ഷേ നമ്മൾ കൊടുക്കുന്നത് അത് കുത്തിപ്പോകുന്നു എന്നതല്ലാതെ അതിനെ ഒരു സംരക്ഷിക്കാൻ ഒരു ജനവിഭാഗവും വരുന്നില്ല എന്നത് തന്നെയാണ് അതിൻ്റെ പരാജയത്തിൻ്റെ കാരണം. ഇവിടെ അതുകൊണ്ട് തന്നെയാണ് ഈ തവണ സഹകരണ വകുപ്പ് ഒരു നിർദ്ദേശം വെച്ചത്. ആ സഹകരണ വകുപ്പ് വെച്ച നിർദ്ദേശം ഒന്ന്, പൊതുസ്ഥലങ്ങളിൽ അത് ഉത്തരവാദിത്തപ്പെട്ട ആളുകളുടെ അനുമതിയോടുകൂടി പ്ലാവിൻ്റെ തൈകൾ വ്യാപകമായി വയ്ക്കുവാനും അതോടൊപ്പം തന്നെ അതിൻ്റെ പരിചരണം സഹകരണ സംഘങ്ങൾ ഏറ്റെടുത്ത് നടത്തണം എന്നത് തന്നെയാണ് നിർദ്ദേശിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ സഹകരണ സംഘങ്ങളിൽ സ്വന്തമായി സ്ഥലങ്ങളുള്ള ഏതെങ്കിലും ഏരിയകൾ ഉണ്ട് എങ്കിൽ അവിടെ കൂടി പ്ലാവിൻ്റെ കൃഷികൾ ചെയ്യണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പ്ലാവ് എന്നുള്ളതിനെ സംബന്ധിച്ച് നമ്മൾ ഒരു കാലഘട്ടത്തിൽ അത് ഒരു വിലയുമില്ലാതിരുന്ന സാധനമായിരുന്നുവെങ്കിൽ ഇന്ന് അത് ഏറ്റവും അധികം ഡിമാൻഡുള്ളതും കയറ്റി അടയ്ക്കപ്പെടുന്നതുമായ സാധനം എന്ന നിലയിൽ പ്ലാവ് ഇന്ന് കേരളത്തിലെമ്പാടും ഒരു വലിയ മാർക്കറ്റ് തന്നെ സൃഷ്ടിച്ചിട്ടുണ്ട്. ആ പ്ലാവിൻ്റെ ഉപോൽപ്പന്നങ്ങളായി വരുന്ന മുഴുവൻ ഉൽപ്പന്നങ്ങൾക്കും വലിയ ഡിമാൻഡ് വന്ന സാഹചര്യത്തിലാണ് ആ മാർക്കറ്റ് കൂടി സഹകരണ സംഘങ്ങൾ അവർ പുതിയതായി ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന പുതിയ ഇനം ഐറ്റങ്ങളിൽ ഇതുകൂടി ഉൾപ്പെടുത്തി പ്ലാവിനെ കേരളത്തിൻ്റെ സ്വന്തം വൃക്ഷം എന്ന നിലയിലേക്ക് കൊണ്ടുവരിക എന്ന ലക്ഷ്യം കൈവരിക്കുവാൻ ഇത്തവണ ഇത് തീരുമാനിച്ചത്. അതനുസരിച്ച് ഓരോ സംഘവും അവർക്ക് കഴിവിൻ്റെ പരമാവധി പ്ലാവിൻ്റെ തൈകൾ കൊടുക്കണം എന്നൊരു നിർദ്ദേശം വെച്ചിട്ടുണ്ട്. ഡാൻ സൂര്യ എന്ന ഒരു പുതിയ ഇനം, ആ പുതിയ ഇനം നമ്മളിവിടെ അവതരിപ്പിക്കുമ്പോൾ തീർച്ചയായും ആ പുതിയ ഇനത്തിൽ രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, പ്രചരണമുള്ള ഒരു ഐറ്റമല്ല, എന്നാൽ ഇത് മലേഷ്യയിൽ നിന്നും ഇറക്കുമതി ചെയ്ത എന്നാൽ ഏറ്റവും ഗുണകരമായ ചെമ്പരത്തിപ്പൂവിൻ്റെ കളർ എന്ന് പറഞ്ഞ രീതിയിൽ ഏറ്റവും ചുവന്ന കളറുള്ള ഒരു ചക്കയാണ്. ഇതിൽ നിന്നും 2 വർഷം പരിപാലിച്ചു കഴിഞ്ഞാൽ 2.5 വർഷം കൊണ്ട് ഇത് ചക്ക ഉണ്ടാവുമെന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അത് ഉണ്ടാവട്ടെ എന്ന് ഞാൻ ഈ അവസരത്തിൽ പ്രാർത്ഥിക്കുകയാണ്. ഫാർമേഴ്സ് സെന്റർ പ്രസിഡന്റ് AV രാജഗോപാൽ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി R സരിത, ഡോക്ടർ അരുൺദാസ് വെളിയത്ത്, KB സജി, ഷാജു സെബാസ്റ്റ്യൻ, KJ പോൾസൺ, TS മുരളി, KJ ഫ്രാൻസിസ്, PK അശോക് കുമാർ, PB ബാബുരാജ്, ഷൈൻ പി പോൾ, ഷൈബി ബെന്നി, ജിന്നി പ്രിൻസ്, മായ പ്രകാശൻ, ഹേമ അനിൽ, സുനിത ഹരിദാസ്, പ്രിൻസി വിൽസൺ തുടങ്ങിയവർ സംസാരിച്ചു. പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് കോളേജ് ക്യാമ്പസിൽ വൃക്ഷത്തൈകൾ നട്ട് ചാലാക്ക ശ്രീനാരായണ മെഡിക്കൽ കോളേജ് വിദ്യാർത്ഥികൾ കുസാറ്റ് അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ മധു വാഴത്തോട്ടത്തിൽ ഉദ്ഘാടനം ചെയ്തു. കോളേജ് ക്യാമ്പസിൽ 150ഓളം വൃക്ഷത്തൈകൾ നട്ടുകൊണ്ടാണ് ചാലാക്ക ശ്രീനാരായണ മെഡിക്കൽ കോളേജിലെ വിദ്യാർത്ഥികൾ ലോക പരിസ്ഥിതി ദിനം ആചരിച്ചത്. കുസാറ്റ് അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ മധു വാഴത്തോട്ടത്തിൽ വൃക്ഷത്തൈ നട്ടുകൊണ്ടാണ് ഉദ്ഘാടനം നിർവഹിച്ചത്. തുടർന്ന് പരിസ്ഥിതിയും മാറുന്ന കാലാവസ്ഥയും എന്ന വിഷയത്തിൽ ഡോക്ടർ മധു വാഴത്തോട്ടത്തിൽ ക്ലാസ് എടുത്തു. ശരിക്കും ക്ലൈമറ്റ് ചേഞ്ചും ഗ്ലോബൽ വാർമിങ്ങിൻ്റെ എഫക്റ്റ് നമ്മൾ ഇത്രയും പറയുമെങ്കിലും സോ വി ആർ എക്സ്പീരിയൻസിങ് അല്ലേ. നമുക്ക് 2018 മുതൽ നമുക്കൊരു വലിയ ഫ്ലഡ് ഉണ്ടായി. അതിനുശേഷം ഉണ്ടാകുന്ന ഈ പ്രാവശ്യത്തെ വളരെ കണ്ടമാനം ചൂട് കൂടി ആൾക്കാർ ഹെൽത്ത് സൂര്യാഘാതം വെച്ച് ഹെൽത്ത് എഫക്റ്റ് ചെയ്തു. അങ്ങനെ ഈ ദിനത്തിൻ്റെ പ്രാധാന്യം അത്ര ഇമ്പോർട്ടൻ്റ് ആണ്. അന്നേരം നമ്മൾ ഇതെങ്ങനെ പിന്നെ മിറ്റിഗേറ്റ് ചെയ്യാം. നിങ്ങളുടെ ടോപ്പിക്കിൽ നിങ്ങൾ കൊടുത്തിരിക്കുന്നത് ഗ്ലോബൽ വാർമിംഗ് ആൻഡ് ക്ലൈമറ്റ് ചേഞ്ച് ഇറ്റ്സ് എഫക്റ്റ് അങ്ങനെയാണ് നിങ്ങളുടെ ടോപ്പിക്ക് നിങ്ങൾ കൊടുത്തിരുന്നത്. പക്ഷേ ഞാനത് മാറ്റിയിട്ടുണ്ട്. പക്ഷേ ഡ്യൂ എഫക്റ്റ് എന്ന് പറഞ്ഞാണ് കൊടുത്തിരിക്കുന്നത്. കോളേജ് ഹാളിൽ നടന്ന പരിപാടിയിൽ ഗുരുദേവ ചാരിറ്റബിൾ ട്രസ്റ്റ് വൈസ് പ്രസിഡന്റ് N മോഹനൻ, ട്രഷറർ സജീവ ബാബു കോമ്പാറ, കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ഇന്ദിരാകുമാരി, മെഡിക്കൽ ഡയറക്ടർ ഡോക്ടർ ഹാറൂൺ M പിള്ള, കമ്മ്യൂണിറ്റി മെഡിക്കൽ വിഭാഗം മേധാവി ഡോക്ടർ അലക്സാണ്ടർ ജോൺ, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ മാനേജർ ശ്രീകുമാർ, അസിസ്റ്റന്റ് മാനേജർ ക്രിസ്റ്റസ് തുടങ്ങിയവർ പങ്കെടുത്തു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഹരിതം സഹകരണം പദ്ധതിയുടെ ജില്ലാതല ഉദ്ഘാടനം ഏഴിക്കര പള്ളിയക്കൽ സർവീസ് സഹകരണ ബാങ്കിൽ നടന്നു. ജില്ലാ സഹകരണ സംഘം ജോയിന്റ് രജിസ്ട്രാർ ജോസൽ ഫ്രാൻസിസ് തോപ്പിൽ ഉദ്ഘാടനം നിർവഹിച്ചു. വനിതകൾക്ക് പകുതി വിലയ്ക്ക് ഇരുചക്ര വാഹനങ്ങൾ നൽകി വെളിയത്തുനാട് സർവീസ് സഹകരണ ബാങ്ക്. നടി മല്ലിക സുകുമാരൻ വിതരണോദ്ഘാടനം നിർവഹിച്ചു. ഹരിതം സഹകരണം പദ്ധതിയിൽ പ്ലാവിൻ തൈകൾ വിതരണം ചെയ്ത് നെടുമ്പാശ്ശേരി മേഖല മർക്കന്റൈൽ കോപ്പറേറ്റീവ് സൊസൈറ്റി പ്രസിഡന്റ് CP തര്യൻ വിതരണോദ്ഘാടനം നിർവഹിച്ചു. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നാളെ ഇതേ സമയം എൽജി വിഷനിൽ. നമസ്കാരം.